എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വിജയദശമിയാണ്. ഈ ഒരു ദിവസത്തിൽ നമുക്കുണ്ടാക്കി കഴിക്കാൻ പറ്റിയ വളരെ സ്വാദേറിയ അവല് വിളയിച്ചതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽക്കൂടെ കാണിച്ചു തരുന്നത്. നല്ല സ്വാദാണ് ഇതുപോലൊന്നും ഉണ്ടാക്കി കഴിക്കാനായിട്ടും, അതും നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമുക്കിത് കഴിക്കാനും പറ്റുന്നത്. നമ്മൾ ഈ വീഡിയോയിൽ കൂടെ കാണിച്ചു തരുന്ന പോലെ നിങ്ങൾ പാചകം ചെയ്തെടുക്കുവാണെങ്കിൽ 2-3 ആഴ്ചയോളം അവലൊരു തരി പോലും കേടാവാതേക്ക് ഇരിക്കുന്നതാണ്. അവല് വിളയിക്കാനൊക്കെ എടുക്കുമ്പോൾ നല്ല കറുത്ത ശർക്കര വേണം എടുക്കാനായിട്ട്. ഞാനിപ്പോൾ അല്പം മഞ്ഞ കളറുള്ള ശർക്കരയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. നല്ല കറുത്തിട്ടുള്ള ശർക്കര വെച്ച് ചെയ്യുമ്പോഴാണ് ഈ ഒരു അവില് വിളയിച്ചതിന് നല്ല കറുത്ത കളറൊക്കെ കിട്ടുന്നതും. ഈ ഒരു അവില് വിളയിച്ചത് നമ്മുടെ വീട്ടിലുള്ള പ്രായമായ അമ്മമാർക്ക് വരെ ഒരുപോലെ തന്നെ ഇഷ്ടപ്പെട്ട് കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോ കാണാൻ പോകാം. ഇനി നമുക്ക് അവില് വിളയിച്ചെടുക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ആദ്യമേ തന്നെ നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. ഇനിയിപ്പോൾ ഈ ഒരു പാത്രത്തിലേക്ക് 350 ഗ്രാം അളവില് ശർക്കര നമുക്കൊന്ന് ഉരുക്കാൻ വെച്ചു കൊടുക്കാം. നിങ്ങൾ എടുക്കുമ്പോൾ ഇതൊന്ന് പൊടിച്ചതിന് ശേഷമായിരിക്കണം എടുക്കേണ്ടത്. ഇനി ഉരുക്കിയെടുക്കാനായിട്ട് ആവശ്യത്തിനുള്ള 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ശർക്കര ഇപ്പോൾ നല്ല പോലെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ശർക്കര മുഴുവനും ഉരുകി ഒന്ന് പാനിയായി വരട്ടെ. ശർക്കര ഉരുകി വരുന്ന സമയം കൊണ്ട് ഇതുപോലൊരു നാളികേരം നമുക്കൊന്ന് തിരുമ്മി വെക്കാം. ഇപ്പോൾ നമ്മുടെ ശർക്കര പാനി നല്ല പോലെ ഉരുകിയ വന്നിട്ടുണ്ട്. നമുക്ക് ഈ ശർക്കര പാനി ഒന്ന് അരിച്ചെടുക്കാം. ഇനി അവല് വിളയിച്ചെടുക്കാനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ചട്ടി ഒന്ന് ചൂടായി വരട്ടെ. ഇപ്പോൾ നമ്മുടെ പാൻ ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ തിരുമ്മി എടുത്തിട്ടില്ല ഒരു നാളികേരം ചേർത്ത് കൊടുക്കാം. ഇനി നാളികേരത്തിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരെയും നമുക്കൊന്ന് വറുത്തെടുക്കാം. അധികമൊന്നും മുരിയിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഒരു 2-3 ആഴ്ചയോളം അവല് വിളയിച്ചത് സൂക്ഷിക്കാനും പറ്റുന്നതാണ്. പെട്ടെന്നൊന്നും കേടായി പോകില്ല. ഇപ്പോൾ ഇതൊന്ന് വരണ്ട് വരട്ടെ. അതുവരെയും നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ നാളികേരം ഇതുപോലൊരു പരുവമാണ്. വെള്ളമെല്ലാം വറ്റി ഒന്ന് മുളിന് താഴേക്ക് ഇട്ട് നോക്കുമ്പോൾ കണ്ട ഒന്നിലൊന്നും ഒട്ടിപ്പിടിക്കാതെ താഴേക്ക് വീഴുന്നതാണ് കറക്റ്റ് ആയിട്ടുള്ള ഒരു പാകം. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുവാണ്. നമ്മൾ 300 ഗ്രാം അളവിലാണ് ശർക്കര ഉരുക്കി വെച്ചിട്ടുള്ളത്. അതിൽ നിന്നും 1 കപ്പ് അളവിൽ ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ എടുത്തിട്ടുള്ള ശർക്കരയ്ക്ക് കളർ വളരെ തന്നെ കുറവാണ് കേട്ടോ. അതുകൊണ്ടാണ് നാളികേരത്തിന് ഇപ്പോൾ കളറ് വളരെ കുറച്ച് കാണിക്കുന്നത്. 1 കപ്പ് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ബാക്കിയുള്ള 1/2 കപ്പും കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നാളികേരവും ശർക്കര പാനിയും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. നാളികേരവും ശർക്കര പാനിയിൽ കിടന്ന് ഒന്ന് വറ്റി വരണ്ട് വരുന്ന പാകമായി കിട്ടണം. അതുവരെയും നമുക്ക് ഇളക്കി കൊടുക്കണം. ഇനി ഇതെല്ലാം ഒന്ന് വറ്റി വരട്ടെ. അതുവരെയും നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുത്ത് വറ്റിച്ചെടുക്കാം. ഇനി തിളച്ചുകൊണ്ടിരിക്കുന്ന ശർക്കര പാനിയിലേക്ക് 1 സ്പൂൺ അളവില് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യും കൂടി ചേർത്ത് ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഇളക്കി കൊടുക്കാം. അവല് വിളയിച്ചെടുക്കുമ്പോൾ ഇതിന്റെ മധുരം ഒന്ന് ബാലൻസ് ആകാനായിട്ട് 1 നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. അവല് വിളയിച്ചെടുക്കുമ്പോൾ ഇതിലേക്ക് ചേർക്കുന്ന നാളികേരത്തിന്റെ അളവ് കൂടുതൽ എടുക്കുമ്പോഴാണ് കഴിക്കുമ്പോൾ നല്ല സ്വാദ് ഉണ്ടാവുന്നത്. ഒറ്റനൂൽ പരുവൊന്നും ആയി വരണ്ട. ഈ ഒരു വെള്ളം ഒന്ന് വറ്റി ഒന്ന് കട്ടിയായി തുടങ്ങിയാൽ മാത്രം മതിയാകും. ഈ ഒരു സമയത്ത് 200 ഗ്രാം അളവില് മട്ട അവില് ഞാൻ ഒന്ന് പേറ്റി ഇതിന്റെ പൊടിയൊക്കെ ഒന്ന് കളഞ്ഞു വെച്ചിരിക്കുക. മട്ട അവില് വെച്ച് ചെയ്യുമ്പോഴാണ് അവില് വിളയിച്ചതിന് നല്ല സ്വാദ് കിട്ടുന്നത്. വീണ്ടും നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് വറ്റി തുടങ്ങിയിട്ടുണ്ട്. നല്ലോണം തിളച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ശർക്കര പാനിയിലേക്ക് 1.5 ടീസ്പൂൺ അളവില് ചുക്ക്, ഏലക്ക, അതിന്റെ കൂടെ തന്നെ കുറച്ച് പഞ്ചസാര കൂടെ ചേർത്ത് പൊടിച്ചിട്ടുള്ളതാണ്. ഞാൻ ഇതിലേക്ക് ജീരകം ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് ജീരകം ചേർക്കാൻ താല്പര്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഏലക്കപ്പൊടിയും കൂടെ ചേർത്തിട്ട് വീണ്ടും നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ശർക്കര പാനി ഒന്ന് നല്ലോണം തന്നെ വറ്റി ഇതുപോലെ ഒരു പാകമായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പാകമായാൽ പിന്നെ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോ നമ്മുടെ ചീനച്ചട്ടിയുടെ ചൂടൊക്കെ ഒന്ന് ആറി വരട്ടെ. അതുവരെയും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ചൂടോടുകൂടി തന്നെ അവില് ഇതിലേക്ക് ചേർത്ത് കൊടുക്കരുത്. അങ്ങനെ ചെയ്യുവാണെങ്കിൽ ചൂടാറി വരുമ്പോഴേക്കും അവില് ഭയങ്കര ഹാർഡായി പോവാൻ സാധ്യതയുണ്ട്. ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുവാണെങ്കിൽ അവില് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കഴിക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നമ്മുടെ നാളികേരം വിളയിച്ചതിന്റെ ചൂടൊക്കെ ഒന്ന് ചെറുതായിട്ട് ആറി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള അവില് ചേർക്കാം. അവില് ചേർക്കുമ്പോൾ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്തിട്ട് വേണം ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാനായിട്ട്. ആദ്യം 2 കൈപ്പിടിയോളം ഇട്ട് കൊടുക്കാം. നല്ലോണം ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. നല്ലോണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ബാക്കിയുള്ളതും ചേർത്ത് കൊടുക്കാം. ആദ്യം ഇട്ട് കൊടുത്തിട്ടുള്ള അവില് നമ്മൾ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. അടുത്തത് നമുക്ക് ചേർത്ത് കൊടുക്കാം.
വീണ്ടും ഇതെല്ലാം കൂട്ടി ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. കുറേശ്ശെ അവിൽ ചേർത്ത് ഇളക്കി യോജിപ്പിക്കുമ്പോഴാണ് ഇതിന്റെ മധുരം എല്ലാ ഭാഗത്തേക്കും എത്തിക്കിട്ടുന്നത്. ഇപ്പോൾ എല്ലാ അവിലും ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ശർക്കര നല്ല വെളുപ്പുള്ളതായതുകൊണ്ട് ഈ ഒരു അവിലെ വിളയിച്ചത് മഞ്ഞ കളറിലാണ് കേട്ടോ ഇരിക്കുന്നത്. നിങ്ങൾ ശർക്കര വാങ്ങുമ്പോൾ നല്ല കറുത്തിട്ടുള്ള ശർക്കര വേണം വാങ്ങാനായിട്ട്. അങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ അവിലും ശർക്കര പാനിയും എല്ലാം ചേർത്ത് നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു താളിപ്പ് കൂടെ ചേർക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു താളിപ്പ് ആദ്യമേ തന്നെ ചെയ്തതിന് ശേഷം അതിലേക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുത്തും ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതുപോലെയാണ് ചെയ്തെടുക്കുന്നത്. ഇനി ഒരു താളിപ്പ് ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ബദാം പരിപ്പ്, കടലപ്പരിപ്പ്, കാഷ്യൂസ് ഇതെല്ലാം ഒരു 50 ഗ്രാം വീതമാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ പാൻ ചൂടായി വന്നു. ഞാനിതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുത്തു. ഈ കാഷ്യൂസും ബദാം പരിപ്പും ഇവയെല്ലാം നല്ലോണം മൂത്ത് കഴിഞ്ഞാൽ കടലപ്പരിപ്പും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് മുരിയിച്ച് വറുത്തെടുക്കാം. ഇവയെല്ലാം നല്ല പോലെ മുരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 2 സ്പൂൺ അളവിൽ എള്ളും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ മുരിഞ്ഞു വന്നിട്ടുള്ള ഈ ഒരു ചേരുവകൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അവിലേക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സ്വാദേറിയതും നല്ല പഞ്ഞി പോലെ ഇരിക്കുന്നതുമായ അവല് വിളയിച്ചത് ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇതുവരെയും എൻ്റെ കൂട്ടുകാർ ഇതുപോലൊന്നും ഉണ്ടാക്കി കഴിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഈ ഒരു രീതിയിൽ ഒന്ന് ഉണ്ടാക്കി കഴിക്കണേ. നല്ല സ്വാദാണ് കഴിക്കാനായിട്ടും. ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ 2-3 ആഴ്ചക്കാലത്തോളം നമുക്ക് പാത്രത്തിൽ അടച്ച് സൂക്ഷിക്കാൻ പറ്റുന്നതുമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഇത്രയേ ഉള്ളൂ. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.